ഹലോ, നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടാത്തതും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് റിവീൽ ചെയ്യേണ്ടാത്തതായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സാധാരണ എല്ലാവരും പറയുന്നത് ടോപ്പ് 5 ടോപ്പ് 6 അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു വാല്യൂവും എല്ലാം സംഭവങ്ങളും നമുക്കുണ്ടാവും. മനസ്സമാധാനം, ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സമാധാനം നമുക്കുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഡോണ്ട് ബ്ലെയിം യുവർ ഫ്രണ്ട്സ് ഇൻ ദെയർ ആബ്സെൻസ്. അതായത് നമ്മുടെ കൂട്ടുകാർ, നമുക്കിഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ടാവും. അപ്പം നമ്മൾ അവരുടെ കുറ്റങ്ങളോ നമ്മൾ അവരുടെ ആയിട്ടുള്ള എന്തെങ്കിലും കുറവുകളോ അല്ല അവർ ചെയ്ത എന്തെങ്കിലും തെറ്റോ നമ്മൾ അവരില്ലാത്തപ്പം മറ്റുള്ളവരോട് പറയല്. നമ്മൾ അവരെ വിളിച്ച് അളിയാ നീ ഏത് തെറ്റിപ്പോയി കേട്ടോ, അത് കുറച്ചുകൂടെ മാറ്റം വരുന്നതാണ്, നിൻ്റെ ആ സ്വഭാവം പറഞ്ഞാൽ നീ അവനോട് കാണിച്ച അത് ശരിയായിട്ടില്ല എന്ന് അവനോട് ഓപ്പണായിട്ട് അങ്ങ് പറയാം. അല്ലാതെ അവനില്ലാത്ത സമയത്ത് അവനെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സുഹൃത്തിൻ്റെ ലക്ഷണമല്ല. കാരണം വെച്ചാൽ അവൻ ചിലപ്പോൾ അവൻ അറിയാതെ ആയിരിക്കും അവൻ സ്വീകരിക്കുന്നത്. അപ്പോൾ അവന് തിരുത്താൻ നമ്മൾ സുഹൃത്തുക്കൾ വേണം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണത്. നമ്മൾ ഓപ്പണായിട്ട് നമ്മുടെ സുഹൃത്തുക്കളാണ്, കാരണം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുക. നമ്മുടെ ഓപ്പണായിട്ട് അവൻ ചെയ്ത് തെറ്റാണെങ്കിൽ നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയുക. അല്ലാതെ അവനെ ആ സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല. അവൻ ചെയ്ത് തെറ്റാണ് നമ്മൾ തെറ്റാന്ന് തന്നെ പറയാം. അടയാ നീ ചെയ്ത് റോങ് ആട്ടോ എന്ന് പറഞ്ഞ് ആ സംഭവം അവനെ തിരുത്തി കൊടുക്കുകയാണല്ലോ നമ്മൾ തിരുത്തി കൊടുക്കുക. ശാസിക്കേണ്ടതാണ് ശാസിക്കുക, അല്ലാതെ നമ്മൾ അവനില്ലാത്ത സമയത്ത് നമ്മൾ കുറ്റം പറയില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഡോണ്ട് ബ്ലെയിം യുവർ ഫ്രണ്ട്സ് ഇൻ ദെയർ ആബ്സെൻസ്. ഓക്കെ, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നമുക്ക് പല ആൾക്കാർക്കും നമുക്ക് ഗോൾസ് ഉണ്ട്, എയിംസ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ അച്ചീവ് ചെയ്യണമെന്ന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, നമ്മുടെ ഡ്രീംസ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരാളുമായിട്ട് നമ്മളത് പങ്കിടല്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പങ്കിട്ട് കഴിഞ്ഞുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള ഐഡിയ അവർ നമ്മളോട് പറഞ്ഞുതരും. അല്ലെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും, ഇത് നിന്നെക്കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇതിനൊക്കെ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ, അത് നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം കൺഫ്യൂസ്ഡ് ആയി. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ പറയത്തുള്ളൂ. എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാം, ഒട്ടുമിക്ക ആൾക്കാർ നമ്മുടെയായിട്ടുള്ള ഡ്രീംസും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എയിംസും നമ്മൾ ഇത്ര കൊല്ലം കൊണ്ട് നമ്മളിത് അച്ചീവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചുറ്റും കളി പറയാം ഓടെ കഴിഞ്ഞിട്ട് എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ള മിക്ക ആൾക്കാരും. എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു മെൻറ്ററുണ്ട്, നമുക്കൊരു നല്ലതായിട്ട് പറഞ്ഞു നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ട്. നമ്മുടെ ഏതൊരു കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് പറയുന്ന ഒരു സുഹൃത്തോ മെൻറ്ററോ ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് അത് ഷെയർ ചെയ്യാം. അല്ലാതെ നമ്മുടെ ഡ്രീംസോ ഗോൾസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരോട് പറയാൻ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഡോണ്ട് റിവീൽ യുവർ ഡ്രീംസ് ഓർ ഗോൾസ് ടു എനിവൺ. നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ലൈഫിലെ പ്രോബ്ലംസും നമ്മളൊരിക്കലും ഒരാളോടൊത്തും പറയരുത്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് പേഴ്സണൽ പ്രോബ്ലംസ് ഇഷ്ടംപോലെ ഉണ്ട്. അത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് മറ്റുള്ള ആൾക്കാരോട് റിവീൽ ചെയ്യണമെന്നോ പറയണമെന്നോ ഒന്നും അതൊരു നല്ലൊരു കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. റാദർ അവർ ചിലപ്പം പറഞ്ഞു തരുന്നത് ഒന്നെങ്കിൽ അവരുടെ ആയിട്ടുള്ള സജഷൻസ് ആയിരിക്കും, അത് ഒരിക്കലും നമുക്ക് സ്യൂട്ട് ആവത്തില്ല. പിന്നെ അവർ വേണം നമ്മളെ ജഡ്ജ് ചെയ്യും, അല്ല നമ്മളെക്കുറിച്ച് വേണമെങ്കിൽ പറയാം അവനിങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് പറഞ്ഞു നടക്കുന്ന സംഭവം എന്ന്. അവൻ ഫുൾ ടൈം കംപ്ലൈൻറ്റ് അവൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം നമ്മുടെ പേഴ്സണൽ ലൈഫ് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ റിവീൽ ചെയ്യാൻ നിൽക്കല്. കാരണം എന്താ വെച്ചാൽ നമ്മൾ റിവീൽ ചെയ്യുന്നതും നമുക്കത് പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നാളൊരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു മൈൻഡിൽ എപ്പോഴും ഒരു ചിന്ത കാണും, അവനെങ്ങാനും മറ്റുള്ളവരോട് വല്ലതും പറയും, അല്ലെങ്കിൽ അവൻ പറഞ്ഞ കാര്യം ഇപ്പോൾ അവനൊരു സജഷൻ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല, നമുക്കത് പറഞ്ഞില്ല, നമുക്ക് നമ്മുടെ ലൈഫിൽ അത് ആപ്ലിക്കബിൾ നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അവൻ പറഞ്ഞ നമുക്ക് നടക്കത്തില്ല സാധനം. കാരണം വെച്ചാൽ അത് അവൻ്റെ കാര്യമാണ്, അവൻ്റെ ലൈഫിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവൻ്റെ ലൈഫിൽ അവൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ആയിരിക്കും പറയുന്നത്. അപ്പോൾ അവനത് നമ്മളോട് പറഞ്ഞപ്പോൾ നമുക്കത് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അത് അവനോട് പറഞ്ഞു കഴിയുമ്പോൾ അവന് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വേണം വഴക്ക് പിടിച്ചെന്നിരിക്കും. നമ്മൾ ഇങ്ങനത്തെ കാര്യമൊന്നും പറയാതിരിക്കുക. അതാണ് നമ്മുടെ ഒരു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോണ്ട് റിവീൽ യുവർ പേഴ്സണൽ ലൈഫ് ഓർ പേഴ്സണൽ പ്രോബ്ലംസ് ടു എനിവൺ. നമ്മുടെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു
സീക്രട്ടോ നെഗറ്റീവ് സൈഡോ നെഗറ്റീവ് ആയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ പുറത്ത് പറയില്ല. കാരണം സീക്രട്ട് എന്ന് ഉദ്ദേശിക്കുന്ന സംഭവം തന്നെ സീക്രട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സീക്രട്ടായിട്ടിരിക്കുന്ന കാര്യം നമ്മൾ സീക്രട്ടായിട്ട് തന്നെ വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചെയ്തിട്ടുള്ളൊരു തെറ്റ് അത് നമ്മൾ ഒരിക്കലും പുറത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയും, നമ്മളൊരു പുറത്തിരിക്കുന്ന ഒരാളടുത്ത് നമ്മൾ നമ്മുടെ ഒരു തെറ്റ് നമ്മളെല്ലാവരും നമ്മൾ ചെയ്തൊരു തെറ്റോ നമ്മുടെ എന്തെങ്കിലും നെഗറ്റീവ് സൈഡ് നമ്മൾ മറ്റുള്ള ആൾക്കാരോട് പറയും. അവനത് കേട്ടിരിക്കും. അവനത് കേട്ടിരുന്ന് വെച്ച് ചിലപ്പം അവൻ നല്ലവനാണെങ്കിൽ കുഴപ്പമില്ല, അവനല്ലാത്തവനാണെങ്കിൽ ചിലപ്പം നാളെ ഒരു സമയത്ത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം അവനും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അവൻ അത് വെച്ചിട്ടായിരിക്കും നമ്മളെ ചൂഷണം ചെയ്യാൻ. അല്ല, അവനത് പറയും, ഇവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവൻ പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇവനൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ തന്നെ അവൻ ഇട്ടുകൊടുത്ത കാര്യമാണ്. നമുക്ക് അങ്ങനെ വന്നുകൊണ്ട് നമ്മുടെ ലോകത്തിലുള്ള ആൾക്കാർ മൊത്തം അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു 100% വെച്ച് നമ്മൾ സിനാരിയോ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു 75% ആൾക്കാരും ഇത് തന്നെ ആയിരിക്കും. ബാക്കി 25% ആൾക്കാരേ ഉള്ളൂ നമ്മുടെ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു തെറ്റ്, നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിവീൽ ചെയ്ത് അല്ലെങ്കിൽ അവൻ്റെ തിരിച്ച് ഇതായിട്ട് പറയാത്ത ഇരിക്കുന്ന ആൾക്കാരുള്ളൂ. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നെഗറ്റീവ് സൈഡോ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീക്രട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയില്ല, പുറത്ത് ആളോടും പറയില്ല. ഡോണ്ട് റിവീൽ യുവർ സീക്രട്സ് ഓർ യുവർ നെഗറ്റീവ് സൈഡ് ടു എനിവൺ. അതാണ് നമ്മുടെ 4ാമത്തെ കാര്യം. നമ്മുടെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എത്രയാണ്, നമുക്ക് എന്തുമാത്രം വരുമാനമുണ്ട് എന്നുള്ള കേസ് നമ്മൾ ഒരാളടുത്തും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കിട്ടുന്ന സാലറിയോ നമുക്ക് കിട്ടുന്ന വരുമാനം എന്താണെങ്കിലും നമ്മൾ നമ്മുടെ അപ്പനും അമ്മയോടും കൂടെ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് അവർക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു 1 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് വെച്ചു. 1 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ, അല്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്, 1 ലക്ഷം സാലറി ഉണ്ട്, നമ്മുടെ അറിയാവുന്ന ഒരാൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും, ഇത്ര സാലറി ഉണ്ട്, അങ്ങനെ ഇത്ര വരുമാനം വരുന്നുണ്ട്, അപ്പം അത് വെച്ച് അവർ കണക്ക് കൂട്ടും, നോക്കി ഇത്രയൊക്കെ ചെയ്യാം. ഇപ്പം ചിലവർ നമ്മളോട് കടം ചോദിക്കും, നമ്മുടെ സാലറി അറിഞ്ഞിട്ടായിരിക്കും കടം ചോദിക്കുന്നത്. അപ്പം നമുക്ക് ചിലപ്പം കൊടുക്കാൻ മേലാത്തൊരവസ്ഥയിലായിരിക്കും നമുക്ക് നിൽക്കുന്നത്. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. അപ്പം അവനെടുത്ത് വായിക്കും, അവന് പൈസയുടെ ജാടയാണ്, അവനോടൊപ്പം അവന് 1 ലക്ഷം രൂപ സാലറി ഉണ്ട്, ഒരു 10 രൂപ കടം ചോദിച്ചാൽ അവൻ തരാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നു. കാരണം വെച്ചാൽ നമ്മുടെ സാഹചര്യം എന്നാന്ന് അവനറിയത്തില്ലല്ലോ. അവൻ്റെ പുറത്തോട്ട് നിൽക്കുന്നതല്ല, നമുക്ക് 1 ലക്ഷം രൂപ സാലറി ഉണ്ട്, അവനോട് 10 രൂപ കടം ചോദിച്ചപ്പോൾ അവന് തരാൻ പറ്റത്തില്ല എന്നായിരിക്കും അവൻ ചിന്തിക്കുന്നത്. അല്ല, അവനത് പറഞ്ഞ് മറ്റുള്ള ആളുകളോട് പറയുന്നത്. ഒരിക്കലും നമ്മൾ അങ്ങനെ നമ്മുടെ സാലറിയോ അങ്ങനത്തെ നമുക്ക് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് ഒരാളോട് റിവീൽ ചെയ്യുക. പ്രത്യേകിച്ച് നമ്മുടെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ പേരൻസ് ആയിട്ട് നമ്മൾ റിവീൽ ചെയ്യണം. വെച്ചാൽ അവരനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യും, അവന് ഇത്രയ്ക്കൊക്കെ വരുമാനം കിട്ടുന്നുണ്ട്, അത് വെച്ചിട്ട് അവർ ചിലപ്പം അവരുടെ നീഡ്സ് അവർ പറയും. ചിലപ്പോൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ മേലാത്ത കാര്യങ്ങളാണെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫ് പാർട്ണറടുത്ത് പോലും എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മുടെ വരുമാനം പറയല്ലേ. അതാണ് നമ്മുടെ 5ാമത്തെ കാര്യം. നമ്മുടെ 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു പാർട്ണർ ഉണ്ടെങ്കിൽ നമ്മുടെ പാർട്ണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരിക്കലും പുറത്തുള്ള 3ാമത് ഒരാളെ പറയാൻ ശ്രമിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞാണ് വിഷയം ഉണ്ടാകുന്നത്, അത് കുറച്ചുകൂടെ വേഴ്സൺ ആവും, അല്ലെങ്കിൽ അതിൻ്റെ സിവിയറിറ്റി കുറച്ചുകൂടെ കൂടും. എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണവും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം 2 പേര് തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നം നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ വേറെ റിലേറ്റീവ്സോ അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അങ്ങനെ ആൾക്കാരൊക്കെ അറിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒരു ഇലാബറേറ്റ് ആയിട്ട് കുറച്ചുകൂടെ വലിയ പ്രശ്നമായിട്ടത് മാറും. ശരിക്കും പറഞ്ഞാൽ 2 പേര് തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്ന കേസേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു അപ്പുറം ഇപ്പുറം ഒരു മേശയ്ക്ക് ഇരുന്ന് നമുക്ക് സംസാരിക്കാവുന്ന കേസുള്ളൂ. ഇനി അപ്പുറം ഇപ്പുറമുള്ള മേശയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരുണ്ട്. കൗൺസിലിംഗ് എടുക്കാം, തെറാപ്പി ചെയ്യാം, തെറാപ്പിയുടെ ഇതുണ്ട്. നമുക്ക് ലീഗലായിട്ട് പല കാര്യം അതിലും നമുക്ക് പറ്റുന്നില്ല, കൗൺസിലിങ്ങും തെറാപ്പിയും ഒന്നും നടക്കുന്നില്ല, നമുക്ക് ലീഗലായിട്ട് വേണം നമുക്ക് ചെയ്യാം. അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഒരിക്കലും നമ്മുടെ ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ, നമ്മുടെ പാർട്ണറിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്ത് റിവീൽ ചെയ്യാതിരിക്കാം. ഇനിയും നമുക്കതിനകത്ത് എക്സെപ്ഷൻ ഉണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോ നമ്മുടെ പേരൻസിനോ അപ്പനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോ ആരെങ്കിലും നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമ്മൾ ഈ പ്രശ്നം പറയുമ്പോഴത്തേക്ക് അവർക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാം, ഒരു വാലിഡ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ, അത് സോൾവ് ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ നമ്മൾ അവരോടടുത്ത് പറയുന്നതിന് കുഴപ്പമില്ല. അല്ലാത്ത പക്ഷത്തോളം നമ്മൾ നമ്മുടെ പേഴ്സണൽ പാർട്ണറുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയാതിരിക്കുക. സോ നമ്മുടെ 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പാർട്ണറിൻ്റെ പ്രശ്നങ്ങൾ പുറത്ത് പറയാതിരിക്കുക.
നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്, ഞാൻ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ എനിക്കത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് പലർക്കും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ പലർക്കും അത് ഒന്ന് ചെയ്തിരുന്നെങ്കിൽ എന്ന് മനസ്സിലാലോചിച്ചേനെ. ഇപ്പം ഞാൻ താമസിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നു. അപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ ഒബ്വിയസ്ലി ലിഫ്റ്റ് ഉണ്ടാവും, അറിയാമല്ലോ. അപ്പം ഈ നമ്മൾ ബാംഗ്ലൂരിൽ ഫ്ലാറ്റിൽ താമസിക്കും പലപ്പോഴും കാണാറുണ്ട്, നമ്മൾ ചിലപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ 8ാമത്തെ നിലയിലായിരിക്കും നിൽക്കുന്നത്. അപ്പം 8ാമതായി നിൽക്കുന്ന നമ്മൾ മേലോട്ട് കയറി വരുമ്പം തന്നെ ഒരുത്തൻ അതിൻ്റെ അകത്ത് നിൽപ്പുണ്ടാവും, ഒരുത്തനോ ഒരുത്തി ആരെങ്കിലും ആട്ടെ, ഒരുത്തൻ അതിൻ്റെ നിൽപ്പുണ്ടാവും. നിന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 8ാമത്തെ നില നമ്മൾ അങ്ങോട്ട് കയറുന്നു, തിരിച്ച് നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അവൻ്റെ ഫ്ലോർ എത്രയാണോ 5ാമത്തെ നിലയായിരിക്കും, അല്ല 4ാമത്തെ നില, അവിടെ വീണ്ടും അവസാനം നിൽക്കും. അപ്പം നമ്മൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഇവരിങ്ങനത്തെ പരിപാടി കാണിച്ചത്. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ കയറിയവനെ നമ്മൾ ദേഷ്യപ്പെടും, മനസ്സുകൊണ്ട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടായിരിക്കും പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവന് ഇത്ര ബോധമില്ല. കാരണം വെച്ചാൽ ഇവിടുത്തെ മിക്ക ലിഫ്റ്റ് എന്ന് പറയുന്നത് മറ്റേ നമുക്ക് അപ്പ് സ്വിച്ചും ഉണ്ട്, ഡൗൺ സ്വിച്ചും ഉണ്ട്. സോ താഴോട്ട് പോകാണ്ടാണെങ്കിൽ നമുക്ക് ഡൗൺ സ്വിച്ച് നിൽക്കാൻ മതി. ചിലർ കാണിക്കുന്നത് വെച്ചാൽ അപ്പും ഡൗണും ഒരുമിച്ച് വെക്കും. അതിനകത്ത് പ്രായം ചെന്നവർ നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാരണം വെച്ചാൽ അവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് കേട്ടോ ഈ പ്രായം ചെല്ലത്തില്ലാത്ത ചെറിയ പിള്ളേർ, അതായത് ഇപ്പോഴത്തെ ഈ 10-20 വയസ്സുള്ള ചുമ്മാ കയറിയ ഒരു പണിയില്ലാതെ ചുമ്മാ കയറിക്കുക. വേറൊരു സംഭവം കൂടെ ഞാൻ ഫേസ് ചെയ്യുന്ന സംഭവമുണ്ട്. അതായത് ലിഫ്റ്റിൽ കയറി വന്നിട്ട് മറ്റുള്ള ആരെങ്കിലും വരുന്നവരെ ലിഫ്റ്റ് ഓപ്പൺ ആക്കി പിടിച്ചിർത്തിക്കൊണ്ടിരിക്കും. എന്ത് കാര്യത്തിന്? ഇപ്പം എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, നമ്മൾ ഓഫീസിൽ പോകാൻ നിൽക്കുന്ന സമയത്ത്, നമ്മൾ രാവിലെ ഓഫീസിൽ 9 മണിയാകുമ്പോൾ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഇതുപോലത്തെ പ്രശ്നമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവൻ ലേറ്റായിട്ട് വരുന്നതിന് നമ്മളെന്തിനും സഫർ ചെയ്യണത്? എന്ത് കാര്യം? അപ്പം പലരും ചോദിക്കണം, നിങ്ങളൊരു 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം. ഞാൻ 5 മിനിറ്റ് നേരത്തെ ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഇതുപോലൊരു വിഷയം ഉണ്ടാവുകയാണ്. നമ്മളുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരുത്തൻ ഒരു കാര്യമില്ലാതെ ചുമ്മാ ലിഫ്റ്റും തുറന്ന് പിടിച്ച് നിൽക്കുകയാണ്. അത് പിന്നെ വേറൊരു ലാസ്റ്റ് സംഭവം, നമ്മൾ ഈ ബാംഗ്ലൂർ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് അറ്റ്മോസ്ഫിയർ നമ്മൾ ചിലപ്പോൾ ഇതുപോലെ ഞെക്കിയിട്ട് പോകും. ഇപ്പോൾ ലിഫ്റ്റ് ഞെക്കും, ഡൗൺ ഞെക്കിയിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഫ്ലോറോട്ട് എത്തുമ്പോഴത്തേക്ക് അവിടെ ആളെ കാണത്തില്ല. ഈ ആളെ കാണുമ്പോൾ ഒന്നെങ്കിൽ അവൻ താഴോട്ട് ഇറങ്ങി പോയി കാണാം, അല്ലെങ്കിൽ അവൻ ലിഫ്റ്റ് ഞെക്കി കുറേ നേരം നിന്നിട്ട് അവൻ താഴോട്ട് ഇറങ്ങി പോയി കാണും. അപ്പോൾ ഈ താഴോട്ട് ഇറങ്ങി പോകാനുള്ള കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലെ ലിഫ്റ്റ് താഴെ മേലെ ഞെക്കുക, എന്നിട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വയ്ക്കുക, അല്ലെങ്കിൽ അവിടെ വീണ്ടും വന്ന് ലിഫ്റ്റ് ഞെക്കിയിട്ട് അവിടെ നിർത്തുക. എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ ലിഫ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ലിഫ്റ്റ് വന്ന് തുറന്ന് അടയ്ക്കണമെങ്കിൽ എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാൽ 10-30 സെക്കൻഡ് പോകും. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ് സാധനം. അപ്പം ഈ ഒരു കാര്യം കഴിവതും നമ്മളെല്ലാം പഠിച്ച ആൾക്കാരല്ലേ, അപ്പം നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ അൺനെസസറി ആയിട്ട് നമ്മൾ മറ്റുള്ള ഒരാളുടെ മനസ്സിലേക്ക് രജ്ജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ കാരണം അങ്ങനെ ഒരു വിഷയം ഉണ്ടാവരും. നമ്മൾ ഈ ഒരു കാര്യം, ഡോണ്ട് പ്രസ് ദ ലിഫ്റ്റ് അൺനെസസറിലി. ഇതാണ് എൻ്റെ ലാസ്റ്റ് കാര്യം. സോ ഈ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയേണ്ടാത്തതും നമ്മൾ ചെയ്യേണ്ടാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സോ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ പറയുക. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതുപോലെ നിങ്ങൾ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. കാരണം വെച്ചാൽ ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ നിങ്ങൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമേ പറ്റുകയുള്ളൂ. സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. സമാധാനം എന്നും എപ്പോഴും.